കാരണം ശക്തമായ രീതിയിൽ രാജ്യസുരക്ഷ ഉണ്ടാക്കാൻ കഴിയുന്ന രാജ്യം ഏതാണ്? നല്ലൊരു ശക്തമായ ബലമുള്ള അടിത്തറയുള്ള ജനാധിപത്യ സംവിധാനമുള്ള രാജ്യമായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ അത്രയും കരുത്തുള്ള ഒരു പട്ടാള ഭരണം നടക്കുന്ന രാജ്യമായിരിക്കണം. ഇത് രണ്ടും പാകിസ്ഥാൻ ഇല്ല. അവിടെ മാറി മാറി വരുന്ന സർക്കാരുകൾ അസ്ഥിരമാണ്. ഒപ്പം തന്നെ അവിടുത്തെ ജനാധിപത്യ സംവിധാനം എന്താണെന്ന് നമുക്കറിയാം. എത്രമാത്രം ദുർബലമാണ് എന്ന് നമുക്കറിയാം. അവിടെ പട്ടാള അട്ടിമറികൾ നടന്ന ചരിത്രം നമുക്കുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ അസീം മുനീറിനെ ആ സ്ഥാനത്ത് നീക്കി എന്ന് വാർത്തകൾ വരുന്നു. മറ്റൊരാളെ അവിടത്തേക്ക് പുതുതായി കൊണ്ടുവരികയാണ്. ജനറൽ മിർസയെ കൊണ്ടുവരാൻ പോവുകയാണെന്ന് വാർത്തകൾ വരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ ആഭ്യന്തര കലാപം അതിന്റെ ഏറ്റവും പാരമ്യത്തിലേക്ക് ഈ മട്ടിൽ ഈ ഘട്ടത്തിൽ എത്തുന്നു എന്നുള്ളത്. കാരണം ഇന്ത്യയുടെ ഭാഗത്തൊരു ആക്രമണം നടക്കുമ്പോൾ അത് മുതലാക്കുകയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി. മറുഭാഗത്ത് കൊറ്റയടക്കമുള്ള മേഖലകൾ ഇപ്പോൾ അവരുടെ നിയന്ത്രണത്തിലാണെന്നൊക്കെ വരുന്നു. അങ്ങനെ അരാജകത്വത്തിലേക്ക് പോവുകയാണ് രാജ്യം എന്ന് പറയേണ്ടി വരും ഈ ഘട്ടത്തിൽ. ഇനി നേരത്തെ ഉണ്ടായ രീതിയിൽ പാകിസ്ഥാന് മടങ്ങി വരാൻ കഴിയുമോ എന്നത് ഒരു വലിയ ചോദ്യമായി മാറുകയാണ്. അതാണ് കാതലായ ചോദ്യം. മുൻപത്തെ അവസ്ഥയിലേക്ക്, മുമ്പേ ഗർഭിണി, മുൻപേ ദുർബല, ഇപ്പോൾ ഗർഭിണിയും എന്ന് പറഞ്ഞതുപോലെ മുൻപത്തെ അവസ്ഥ അത് തിരിച്ച് ഒരു കാലത്തെ കുറച്ചുകൂടി ശാന്തതയുണ്ടായിരുന്ന കാലത്തെ ഗതകാല പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ എന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഇതാ എക്കാലത്തെയും ഏറ്റവും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി, എക്കാലത്തെയും ഏറ്റവും രൂക്ഷമായ ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികൾ, പ്രത്യേകിച്ച് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഭാഗത്തു നിന്ന് വരുന്ന വിഘടനവാദവും അതേ തുടർന്നുണ്ടായ സൈന്യത്തിന് കടന്നു കയറാൻ പോലും ആവാത്ത രീതിയിൽ ഒറ്റയ്ക്ക് ചുറ്റുപാടുമുള്ള മേഖലകളിലെ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ സാന്നിധ്യം, അതുപോലെ അഫ്ഗാനിസ്ഥാൻ സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ സൈന്യത്തിനെതിരെ ആക്രമണം നടത്തുന്ന പാക് താലിബാൻ ഗറില്ലകൾ എന്ന് വേണ്ട പാകിസ്ഥാന്റെ എല്ലാ ഭാഗവും വലിയ തോതിൽ അരക്ഷിതമാണ്. ഗവൺമെന്റ് സേനകൾ കടന്നു പോകാൻ ആവാത്ത രീതിയിലാണ്. ഈ ഒരു അവസ്ഥയിൽ ദുർബലപ്പെട്ടു നിൽക്കുന്ന പാകിസ്ഥാനിൽ യുദ്ധം കൂടിയാകുമ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യം കേവലം പഞ്ചാബ് മാത്രമായി, അതും പഞ്ചാബിന്റെ ഏതാനും പ്രദേശങ്ങൾ മാത്രമായി ചുരുങ്ങാനുള്ള ഒരു നിയോഗമാണോ യുദ്ധം കഴിയുമ്പോൾ അവശേഷിക്കുന്നത് എന്ന ചോദ്യം പലയിടത്തു നിന്നും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആഭ്യന്തര വൈരുദ്ധ്യത്താൽ ഉഴലുന്ന പാകിസ്ഥാൻ ഇത് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് പാകിസ്ഥാന്റെ പോരായ്മകൾ, പാകിസ്ഥാന്റെ വീഴ്ചകൾ, പാകിസ്ഥാന്റെ ന്യൂനതകൾ, അത് നന്നായി ബലഹീനതകൾ, ആ ബലഹീനതകൾ കൂടുതൽ ആഴത്തിൽ പാകിസ്ഥാൻ ഫീൽ ചെയ്യും ഒരു യുദ്ധ സമയത്ത് എന്നറിയാവുന്ന ഒരു ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്മെന്റ് തീർച്ചയായും ഈ അവസരത്തിൽ പ്രത്യാക്രമണം തെരഞ്ഞെടുത്തിരിക്കുന്നു. ആവശ്യത്തിന് സമയം കൊടുത്തതാണ്. പ്രത്യാക്രമണം ഇല്ലാതെ തന്നെ ഒരടിയും അതിനുള്ള തിരിച്ചടിയും കൊണ്ട് അവസാനിക്കാവുന്നിടത്തു നിന്ന് വീണ്ടും 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 എസ്കലേഷനിലേക്ക് പോയപ്പോൾ വാട്ടിക്കൊണ്ട് താട്ടി വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്തി. വെറുമടിയല്ല, ഒരു ഒന്നൊന്നര അടിയായി പോയത്. അതുകൊണ്ട് പാകിസ്ഥാന് തീർച്ചയായും ആണവ പോർമുനകൾ ഉപയോഗിക്കേണ്ടി വരുമോ എന്ന സന്ദേഹവും ഇതിനുള്ളിൽ ഉയരുന്നു. കാരണം അളമുട്ടിയാൽ പാമ്പ് കടിക്കും എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ തന്നെ അതും നിർവീര്യമാക്കാൻ അല്ലെങ്കിൽ മുൻകൂട്ടി തന്നെ പ്രിയംറ്റീവ് ആക്രമണം നടത്താൻ ഇന്ത്യക്ക് കഴിയും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. കാരണം ഈ ആണവ ബോംബുകളൊന്നും തന്നെ ഒരിടത്തല്ല വെച്ചിരിക്കുന്നത്. 3 ഘട്ടങ്ങളായി, ഒന്ന് ആണവ ഇന്ധനമാണ്, മറ്റേത് ആണവ പോർമുനയാണ്, മറ്റേത് അതിന്റെ മെഷീൻ സംവിധാനമാണ്, ഇന്ധന മെഷീൻ സംവിധാനങ്ങളാണ്, ഇതിലെ പ്രൊപ്പൽഷൻ സിസ്റ്റമാണ്. ഈ പ്രൊപ്പൽഷൻ സിസ്റ്റവും ഇന്ധനവും പോർമുനയും വെവ്വേറെ വെച്ചിരിക്കുന്നത് ഒരുമിച്ച് ഘടിപ്പിക്കുന്നത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. കാരണം ആ ഒരു ദൗത്യത്തിലേക്ക് കിടക്കുമ്പോൾ ആണവ പോർമുന വെളിയിൽ എടുക്കുന്ന സമയത്ത്, അറകൾ തുറക്കുന്ന സമയം തീർച്ചയായും ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനത്തിന് അതറിയാനുള്ള ഒരു മുൻകൂർ സംവിധാനമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആണവ സാഹസത്തിന് പാകിസ്ഥാൻ മുതിരില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഡോക്ടർ മുഹമ്മദ്, അതൊക്കെ എക്സ്ട്രീം സൈഡാണ്, നമുക്കറിയാം. അത് അവിടേക്കൊന്നും പാകിസ്ഥാൻ എന്തായാലും പോകില്ല. പക്ഷേ അവിടെ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായ മറ്റൊരു ആസൂത്രണമുണ്ട്. അതായത് ദൂരവ്യാപകമായ പ്രത്യാഘാതം. ഇനിയിപ്പോൾ ഒരു വാറല്ല, ഇത്തരമൊരു സംഘർഷാവസ്ഥ ഇല്ലെങ്കിൽ പോലും പാകിസ്ഥാനിൽ ഉണ്ടാക്കാൻ നേരത്തെ തന്നെ ഇന്ത്യ നടത്തിയൊരു നീക്കമുണ്ട്. അതാണ് നമ്മൾക്കറിയുന്ന പോലെ ഈ ഇൻഡസ് റിവർ ട്രീറ്റിയുടെ മരവിപ്പിക്കൽ. അതോടുകൂടി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ തന്നെ അനുഭവിച്ചു കഴിഞ്ഞു. പ്രളയം വരുന്നു, അതിന് പിന്നാലെ അവിടെ ഡ്രൗട്ട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ അവിടുത്തെ ഭക്ഷ്യക്ഷാമം, സാമ്പത്തികാവസ്ഥ പ്രതിസന്ധിയിലാക്കുക, അതുവഴി ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കുക, അങ്ങനെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ആ രാജ്യത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള നീക്കം നേരത്തെ തന്നെ ഇന്ത്യ നടത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വാറില്ലെങ്കിൽ പോലും ആ പാകിസ്ഥാനെ, ആ രാജ്യത്തിന് എന്ത് മറുപടി കൊടുക്കണം, ഏത് രീതിയിൽ അവരെ കൊണ്ടെത്തിക്കണം എന്ന് ഇന്ത്യക്ക് അറിയാം അല്ലേ? മഴ തോർന്നു കഴിഞ്ഞാലും മരം പെയ്യുമെന്ന് പറയുന്നത് പോലെ ഒരുപക്ഷെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന
ഒരു ഇമ്പാക്റ്റ് ആയിരിക്കണം ഓപ്പറേഷൻ സിന്ധൂരിന്റെ ബാക്കി പത്രം. ഒന്നാമത് ഓപ്പറേഷൻ സിന്ധൂർ ഒരു ദിവസം നടത്തിയ നടപടിയല്ല എന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ഇന്ന് വിശദീകരിച്ചു കഴിഞ്ഞു. വിവിധ വേവ്സായി നടക്കേണ്ട ആക്രമണമാണ്. പാകിസ്ഥാന്റെ ആക്രമണത്തിന്റെ തോതനുസരിച്ചുള്ള ആദ്യ പ്രതികരണം. ഇപ്പോൾ ആ തോതിനേക്കാൾ വർദ്ധിച്ച രീതിയിലുള്ള പ്രതികരണം. ആദ്യ റൗണ്ടിങ്ങിനാണ് ഓപ്പറേഷൻ 1 അല്ലെങ്കിൽ സിന്ധൂർ വേവ് നമ്പർ 1 എന്ന് പറയുന്നത് കൃത്യമായ ഒരു ആക്രമണം ഭീകര കേന്ദ്രങ്ങളിൽ മാത്രം. അതിനുള്ള തിരിച്ചടി ലഭിച്ചു കഴിയുമ്പോൾ അത് അവസാനിപ്പിക്കാവുന്നതാണ്. അത് തുടർന്നപ്പോൾ അതിർത്തിയിലെ ഷെല്ലാക്രമണവും കഴിഞ്ഞ് ഡ്രോൺ ആക്രമണത്തിലേക്ക് നീങ്ങിയപ്പോൾ ക്ഷമയുടെ നെല്ലിപ്പലകയും മാറുന്ന തകരുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പോഴാണ് രണ്ടാമത്തെ വേവ് ഓഫ് സിന്ധൂരത്തിലേക്ക് നീങ്ങിയത്. അവിടെയാണ് ഏറിയൽ ഓബ്ജക്ട്സ്, മിസൈലുകളും വിമാനങ്ങളും അയച്ചുകൊണ്ടുള്ള ആക്രമണം സംഭവിച്ചത്. അപ്പോഴാണ് ആ ഒരു സമയം ഇത് പ്രപ്പോർഷണേറ്റ് സ്ട്രൈക്ക് എന്നതിനേക്കാൾ ഒരു ഡിസ്പ്രപ്പോർഷണേറ്റ് തോതിലുള്ള സ്ട്രൈക്ക് നടന്നിരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നാശനഷ്ടങ്ങളുടെ ഏർലി കണക്കെടുപ്പിൽ കാണുന്നത്. ആ രീതിയിൽ പരിശോധിക്കുമ്പോൾ ഇനിയുള്ള യുദ്ധത്തിന് ഉള്ള ഗതികൾ എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള ഞെരുക്കം അമ്യൂണിഷൻസിന്റെ കാര്യത്തിൽ പാകിസ്ഥാൻ സംഭവിച്ചേക്കാം. കാരണം ഉക്രൈൻ യുദ്ധത്തിൽ വലിയ തോതിലാണ് പാകിസ്ഥാൻ അമ്യൂണിഷൻ ഉക്രൈന് വിറ്റിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് ഒരു യുദ്ധ സന്നാഹത്തിലും അല്ല പാകിസ്ഥാൻ ഇറങ്ങി പുറപ്പെട്ടത് എന്നുകൂടി ഓർക്കണം. ഇത് ആർമി ജനറലിന്റെ അസിം മുനീറിന്റെ ഒരു സാഹസ പദ്ധതി എന്നതിൽ കവിഞ്ഞ് ഒരു തയ്യാറെടുപ്പ്, ബുദ്ധിപരമായ ഒരു തയ്യാറെടുപ്പ്, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു തയ്യാറെടുപ്പ് ഉണ്ടായില്ല. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ജനാധിപത്യത്തിന്റെ ചാരുതയാണ് കാണുന്നത്. ഒരു ജനാധിപത്യ, ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ സൈന്യം ഗവൺമെന്റിന്റെ കീഴിലാണ്, സിവിലിയൻ അഡ്മിനിസ്ട്രേഷന്റെ കീഴിലാണ്. സർവ്വ സൈന്യാധിപൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. അത് സിവിലിയൻ ലീഡർഷിപ്പാണ്. അത് മാത്രമല്ല ആർമിയുടെ ഒരു പ്രൊഫഷണൽ ഒരു സംവിധാനം, അത് ആർക്കും എന്തും വിളിച്ചു പറയാവുന്ന ഒരു രീതിയിലല്ല ആർമി സംവിധാനം. അത് മാത്രമല്ല ഏകോപനത്തിനായി ഇപ്പോൾ പുതിയ നേവി, ആർമി, എയർഫോഴ്സ്, സംയുക്ത സേന അധ്യക്ഷൻ ഉൾപ്പെടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഈ ഓപ്പറേഷൻസ് ഏകോപിപ്പിക്കാൻ കുറച്ചുകൂടി മെച്ചപ്പെട്ട സംവിധാനം ഉണ്ടായിരിക്കുന്നു. നമുക്ക് ഒന്നാന്തരം ഒരു നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഉണ്ട്. അപ്പൊ നമ്മുടെ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റും സർവൈലൻസ് ഇന്റലിജൻസ് എസ്റ്റാബ്ലിഷ്മെന്റും അതിനും തലപ്പത്തെ പൊളിറ്റിക്കൽ സൂപ്പർ സ്ട്രക്ചറും എല്ലാം ചേർന്ന റെസ്പോൺസിബിൾ ഗവൺമെന്റ് ആണ്. സ്റ്റേബിൾ, റിലയബിൾ, റെസ്പോൺസിബിൾ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ഈ സിസ്റ്റത്തിന്റെ ഒരു വില എന്ന് പറയുന്നത് ചിതറി നിൽക്കുന്ന പാകിസ്ഥാനുമായി, നാലുപാടും ചിതറി നിൽക്കുന്ന പാകിസ്ഥാൻ, സൈനികമായി ഒരു കോർഡിനേഷൻ ഇല്ല, പൊളിറ്റിക്കൽ അതോറിറ്റീസുമായി, സൈന്യത്തിന്റെ അതിമോഹം അത് തിരിച്ചറിയുന്ന ജനത, അത് മാത്രമല്ല ഇൻഡോക്ട്രിനേറ്റഡ് ആയിട്ട് മാറിയിരിക്കുന്ന ഒരു റാഡിക്കൽ ഇസ്ലാമിന്റെ ഒരു കടന്നുവരവും ഇൻഡോക്ട്രിനേഷന്റെ ഒരു അതിപ്രസരവും ചെലുത്തുന്ന സ്വാധീനങ്ങൾ, ഇതിനെല്ലാം പുറമെയാണ് നാല് സ്വരത്തിൽ, വ്യത്യസ്തമായ സ്വരത്തിൽ സംസാരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ജിങ്കോയിസം എന്ന് പറയുന്ന രീതിയിൽ അമിത പ്രസ്താവനകളിലൂടെ യഥാർത്ഥത്തിൽ ഗൗരവം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പോകുന്ന ടോട്ടലി നോൺ പ്രൊഫഷണൽ കൈൻഡ് ഓഫ് ലീഡർഷിപ്പ്, ഇതെല്ലാം ചേരുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള കോൺട്രാസ്റ്റ് വളരെ വ്യക്തമാവുകയാണ്. ഈ ഒരു അവസരത്തിൽ യുദ്ധത്തിനുള്ള ഒരു ഭൗതികമായോ അല്ല എങ്കിൽ സാമ്പത്തികമായോ സൈനികമായോ ഉള്ള ഒരു തയ്യാറെടുപ്പോ അന്തരീക്ഷമോ പാകിസ്ഥാനില്ലായിരുന്നു. ആ ദൗർബല്യം മറച്ചുവെക്കാൻ പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ ആത്യന്തികമായ രാജ്യത്തെ കാത്തിരിക്കുന്നത് സമ്പൂർണ്ണ തകർച്ചയായിരിക്കും. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ച ഈ നദീജല കരാർ എന്നൊക്കെ പറഞ്ഞ ഒരു ദിവസം കൊണ്ടോ ഏതാനും ആഴ്ചകൾ കൊണ്ടോ ഉണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് അല്ല. നദീജലം ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ട് വരികയോ ചില സമയത്ത് ആവശ്യത്തിലധികം ഷട്ടറുകൾ ഉയർത്തി തുറന്നു വിടുകയോ ചെയ്യുമ്പോൾ ജലം വലിയ ഒരു ആയുധമായി മാറുകയാണ്. ഒന്നുകിൽ വരൾച്ച അല്ലെങ്കിൽ പ്രളയം എന്ന രീതിയിൽ കൃഷി ഇറക്കാൻ വയ്യാത്ത രീതിയിലേക്ക് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ, കാർഷിക സമ്പദ് വ്യവസ്ഥ മാറാൻ പോവുകയാണ്. ഇതെല്ലാം ചെലുത്തുന്ന സ്വാധീനം ഗവൺമെന്റിന്റെ മേലാണ്, ആത്യന്തികമായ പാകിസ്ഥാൻ സൈന്യത്തിന്റെ മേലാണ് ഈ ജനകീയ സമ്മർദ്ദം എല്ലാം തന്നെ ചെന്ന് പതിക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഈ സമ്മർദ്ദങ്ങളെ, ഒന്ന് യുദ്ധത്തിന്റെ സാമ്പത്തിക ചെലവുകൾ, രണ്ട് അന്താരാഷ്ട്ര മേഖലയിലുള്ള ഒറ്റപ്പെടുത്തൽ, അതേപോലെ ആഭ്യന്തരമായി ഉണ്ടാകുന്ന ജനകീയ കർഷക പ്രക്ഷോഭങ്ങൾ, ഇതിനും പുറമെയാണ് ബലൂചിസ്ഥാനിലും നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്, ഖൈബർ പഖ്തൂൺഖ മേഖലയിലും ഉള്ള വിഘടനവാദവും. ഈ പ്രദേശങ്ങളെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ബലൂചിസ്ഥാൻ ഒരു രാജ്യമായി മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്ന യുദ്ധത്തിന്റെ പരിസമാപ്തി ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം. അതുപോലെ ഖൈബർ പഖ്തൂൺഖ്വ മേഖല വലിയ രീതിയിലാണ് അഫ്ഗാനിസ്ഥാൻ, പാക് മേഖല അതീവ ദുർബലവും സങ്കീർണവുമാണ്. അവിടെയും ഒരുപക്ഷെ പുതിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്.